ഹായ് ഗായ്സ്, അപ്പോൾ ആർട്സിൻ്റെ മെയിൻ ഡേ 1 കഴിഞ്ഞതോടെ ഡേ 2 അങ്ങ് നേരെ എത്തി. അപ്പോൾ സാരി ഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഒരുങ്ങി വന്നിട്ടുണ്ടായി. അപ്പോൾ ഈ സാരി ഉടുത്തതിൻ്റെ ക്ഷീണം മാറ്റാനായിട്ട് ഞങ്ങൾക്ക് വിശക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും പ്രോഗ്രാം ഡിലേ ആവും. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഫുഡ് കഴിക്കാനായിട്ട് അടുത്തുള്ള ലുലു മോളിലോട്ട് പോകാമെന്ന്. അങ്ങനെ ലുലു മോളിൽ പോകാനായിട്ട് ഊബർ ബുക്ക് ചെയ്തു. അങ്ങനെ ഊബറൊക്കെ ബുക്ക് ചെയ്ത് സംസാരിച്ച് അവിടെ ലുലു മോളിലെത്തി. അങ്ങനെ ഫുഡ് കോർട്ടിൽ നിന്ന് നമ്മൾ കുറച്ച് ലോഡഡ് ഫ്രൈസും ബിരിയാണി ഹൈപ്പർ മാർക്കറ്റിലെ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ നല്ല വൈബായിട്ട് നമ്മൾ അവിടെ കോളേജിൽ എത്താറായി. അങ്ങനെ കോളേജിലൊക്കെ എത്തിയപ്പോഴത്തേക്ക് ഓൾറെഡി പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ടായി. തുടങ്ങി കുറച്ച് നേരത്തെ ലൈക്ക് പ്രിൻസിപ്പൽ സ്പീച്ച് അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രോഗ്രാം ഏകദേശം ഒരു വൈബായിരുന്നു. കൂലിയുടെ പാട്ടുകളൊക്കെ ഇറങ്ങിയ ഒരു ടൈമും കൂടെ ആയതുകൊണ്ട് നല്ല സെറ്റ് പാട്ടുകളായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ വൈബൊക്കെ അടിച്ച് അങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ നമ്മൾ അവിടെ കുറച്ച് നേരം പാട്ട് പാടുക അങ്ങനെയൊക്കെ പരിപാടികളായിരുന്നു. അങ്ങനെ നമുക്ക് നെക്സ്റ്റ് ഇവൻറ്റ് ഫാഷൻ ഷോ ഡേ 3 ആണ്. ഇപ്പോൾ ഫാഷൻ ഷോൻ്റെ കോസ്റ്റ്യൂം അതിൻ്റെ പ്രഹസനങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഫുൾ കോസ്റ്റ്യൂം. പിന്നെ നമുക്ക് നമ്മുടെ ആർട്സ് ഇവൻറ്റ്സ് എൻഡ് ചെയ്യാനായിട്ട് നമുക്കൊരു വണ്ടർഫുൾ DJ ടീം ഉണ്ടായിരുന്നു. കവാര ബാൻഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വൈബ് അത് ഏകദേശം ഒരു 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാം തന്നെയായിരുന്നു. അത്യാവശ്യം ഞങ്ങളിങ്ങനെ വൈബ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് ഇത്രയൊക്കെ തന്നെ. പിന്നെ നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഈ ശബ്ദമൊക്കെ കാരണം കുറച്ച് തലവേദനയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെ.